മുത്തോണിയിലേക്ക് നമസ്കാരം കേട്ടോ. ഞാൻ ഇപ്പോൾ അജ്മാൻ ഷാർജയിലേക്ക് പോകുകയായിരുന്നു. എന്തിനാ വെച്ചാൽ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൂണിലേക്ക്. നാട്ടിലായാലും അതേപോലെ കിടമ പ്രവാസ ജീവിതം നയിക്കുന്ന ദുബായിലായാലും ശരി, നമുക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സലൂൺ എല്ലായിടത്തും ഉണ്ടാകും. അത് നമുക്ക് അവരുടെ അടുത്ത് പോയാലേ നമുക്ക് എന്ത് പറയണ്ടേ, അവർ അതും കിട്ടും, അവർ സമാധാനം കിട്ടും. അങ്ങനെയുള്ള ഒരു സലൂണിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഇവരുടെ തന്നെയാണ് പോലെ ഷാർജയിൽ മൊബൈലിലാണ് കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് വേറെ ഒരു സലൂണിൽ പോയാലും എനിക്ക് ആ ഒരു ഇത് കിട്ടില്ല. എങ്ങനെയാലും എനിക്കൊരു സമാധാനം കിട്ടില്ല, ഒരു അതും കിട്ടില്ല. അജ്ജാതി വൈവാന്ന് ഇടാം. എന്താ അറിയില്ല, വേറൊരു രസമാണ് അവരെ നമുക്ക് ഷേവ് ചെയ്ത് തരുമ്പോൾ മുടി മുറിക്കുമ്പോഴെല്ലാം നല്ല ആ ഒരു നല്ല ഫിനിഷിങ്ങിൽ അങ്ങ് വർക്ക് ചെയ്ത് തരും. ഒരു തിരക്കും കാര്യങ്ങളൊന്നും ആക്കില്ല, നല്ല രസമാണ്. അത് നമുക്ക് ആ ഒരു വേറൊരു ഫീലാണ് അവിടെ നിന്നൊരു ചെയ്യുന്ന സമയത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മസാജും കാര്യങ്ങളും വേറൊരു സെറ്റാട്ടാണ്. ഞാൻ മുമ്പ് ദുബായിലുള്ള സമയത്തും ഞാൻ ഷാർജയിലേക്ക് വേണ്ടി ഷേവ് ചെയ്ത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, എന്താ ഈ ദുബായിലും അജ്മാനിലും ഒന്നും നിനക്കെന്താ വേറെ ബാർബർ ഷോപ്പ് സലൂണൊന്നും ഇല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നു? പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് ഓരോരാളെ ആ ഒരു കൈ അതേ ആവും. എന്താ വെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയിരുന്നാലും നമുക്ക് ആ ഒരു ഫീലും ആ ഒരു സുഖം കിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാട്ടെ ഇത്, വേറെ ലെവലാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ നാട്ടുകാരും കൂടി തന്നെയാണ്, കാസർഗോഡുകാരനാണ് കേട്ടോ, നമ്മളെ ചങ്ക് മുത്ത്. അപ്പോൾ ഞാനിവിടുന്ന് അജ്മാനെ പോകുന്നതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടേ പോലും കേട്ടോ. എന്താ വെച്ചാൽ എപ്പോൾ തിരക്കായിരിക്കും. വിളിക്കാണ്ട് പോയാൽ എന്തായാലും 2 മണിക്കൂറിൽ അവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് വിളിച്ചിട്ടേ ഞാൻ പോകും. വിളിച്ചിട്ടാകുമ്പോൾ പറയുന്ന സമയത്ത് വന്നവരെ അങ്ങനെ പോകുന്നതാണ്. ആ മസാജ് ഉണ്ട്, മുടിയെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഷേവെല്ലാം ചെയ്ത് എൻ്റെ മുടി പിന്നെ അത്ര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും താടി ഒപ്പിക്കാനാണ് കാര്യമായിട്ട് പോകുന്നത് കേട്ടോ. ആ ഒരു മസാജ് ഉണ്ട്, എൻ്റെ അമ്മോന് എന്ത് രസം എന്നറിയോ. അതിങ്ങനെ ഇരുന്നങ്ങ് ആസ്വദിക്കലാണ് ഞാൻ. നല്ല രസമാണ്. അതാണ് ചില സ്ഥലത്ത് ഉള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇതെല്ലാം മാസത്തിൽ 2 പ്രാവശ്യം എന്തായാലും എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞല്ലേ വേറൊരു രസമാണ്. നമ്മളെ മുഖം കാണാൻ തന്നെ, നമുക്ക് തന്നെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് എന്താന്ന് വേറൊരു ഉണർവ് ഉണ്ടാകാൻ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഞാൻ പോയില്ല, അജ്മാനിലൊന്നും ഞാൻ എവിടെയും പോയില്ല. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, 2-3 പ്രാവശ്യം ഞാൻ വേറെ അടുത്തെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനവും. അജ്ജാതി വൈബാണ്, അടിപൊളിയാണ്. നമ്മൾ ഷാർജയിൽ മൊബൈലിലാണ് കേട്ടോ സ്ഥലം വരുന്നത്. അപ്പോൾ ഞാൻ ഈ അജ്മാനെ ഇവിടെ വന്നിട്ട് ഷേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അജ്ജാതി വൈബ്, അടിപൊളിയാണ്.